മരണം എല്ലാറ്റിനും ഒരവസാനമോ? പ്രിയ കൂട്ടുകാരെ, മരണം പലതിനും ഒരു പരിഹാരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കേൾക്കണം. ആദിയും അവസാനവും ഇല്ലാത്ത ദൈവം തൻ്റെ മഹാശക്തി കൊണ്ടും തൻ്റെ സ്വന്തം ഇഷ്ടത്തിലും ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആ സൃഷ്ടിയോട് കൂടെ നിലവിൽ വരുന്ന ഒന്നാണ് സമയം. അങ്ങനെ ദൈവം നടത്തിയ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മനുഷ്യൻ. ഇന്നും മനുഷ്യന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടികൾ അനവധി ഉണ്ടായിരിക്കെ മനുഷ്യ സൃഷ്ടി എങ്ങനെയാണ് ശ്രേഷ്ഠമായത് എന്നല്ലേ? ദൈവം മനുഷ്യനെ മാത്രമാണ് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. അതുമാത്രവുമല്ല, മനുഷ്യനെ മാത്രമാണ് ദൈവം സ്വന്തം കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത്. ബാക്കിയെല്ലാം ദൈവം തന്റെ ശക്തിയുള്ള വചനം കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുകയും അതിൽ തന്റെ ജീവശ്വാസം ഊതുകയും ചെയ്തപ്പോഴാണ് മനുഷ്യൻ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നത്. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും നശിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ശാസ്ത്രം പറയുന്നത് ഊർജത്തെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നും അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുക മാത്രമാണ് ചെയ്യുന്നതെന്നും. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിക്കുകയും അവൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ദൈവം ആദ്യ മനുഷ്യനായ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരെ പാപമില്ലാത്തവരായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവർക്കും ദൈവത്തിനുള്ളതുപോലെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം നൽകിയിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് അവർ അലക്ഷ്യമാക്കിയതും തുടർന്ന് പിശാചിന്റെ ചതിയിൽ അകപ്പെടാൻ കാരണമായതും. അവിടെയാണ് ദൈവം മനുഷ്യന് നൽകണം എന്നാഗ്രഹിക്കാത്ത മരണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ മരണത്തിലൂടെ ഒരു മനുഷ്യന്റെ ശരീരം മാത്രമാണ് അതിനെ എടുത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നത്. ആത്മാവാകട്ടെ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും എന്ന് കരുതി എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ ദൈവസന്നിധിയിലെത്തി വിശ്രമിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. പകരം ഇരുട്ടിന്റെ പിടിയിലേക്ക് വീണുപോയ മനുഷ്യനെ അതിൽ നിന്ന് വിടുവിക്കാൻ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതിലൂടെ പുതുജീവൻ പ്രാപിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധിക്കുന്നത്. അല്ലാതെ പാപപരിഹാരത്തിനും നിത്യജീവനുമുള്ള വഴി ദൈവം തന്നെ നിയമിച്ചു തന്നിരിക്കെ അത് തിരഞ്ഞെടുക്കാതെ പാപത്തിന്റെ വഴി തന്നെ തുടർന്നാൽ ചെന്നെത്തുന്നത് പാപം ചെയ്ത് വീണുപോയ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലായിരിക്കും. അവിടെ എത്തിയതിനു ശേഷം തെറ്റിപ്പോയല്ലോ എന്നുള്ള തിരിച്ചറിവോ പശ്ചാത്താപമോ ഒന്നും ഗുണം ചെയ്യില്ല. മനുഷ്യൻ ശരീരത്തിൽ ഇരുന്നപ്പോഴാണ് തന്റെ സ്വന്തം തീരുമാനത്തിൽ അനുസരണക്കേട് തിരഞ്ഞെടുത്ത് പാപിയായത്. അതുകൊണ്ട് തന്നെ ആ സ്വന്തം ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന് നൽകിയ പുതുവഴിയായ യേശുക്രിസ്തുവിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ചവിട്ടിക്കളയുകയും നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവം ചൊരിഞ്ഞ നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ നമ്മെ കാത്തിരിക്കുന്നത് വളരെ കഠിനമായ ശിക്ഷയാണ് എന്ന് തിരുവചനം കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതിന് പുറമെ ആത്മാവിൽ ഒരു വീണ്ടും ജനനം ഈ ലോകത്തിൽ വച്ച് തന്നെ നമ്മൾ ജനിക്കണം. ഈ രണ്ട് ജനനങ്ങൾ കൂടാതെ ഈ ലോകത്തിൽ നിന്ന് പലവിധമായ കാരണങ്ങളാൽ മാറ്റപ്പെടുന്നവർക്കും സ്വയം മരണം തിരഞ്ഞെടുക്കുന്നവർക്കും മരണം ഒരിക്കലും ഒരു ആശ്വാസമായിരിക്കില്ല. അവരെ കാത്ത് നിത്യനരകം എന്ന രണ്ടാം മരണം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട്
പ്രിയമുള്ളവരെ, പിശാചിന്റെ ചതിയിൽപ്പെടാതെ പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവവചനം അനുസരിച്ച് രണ്ടാം മരണത്തിൽ നിന്ന് നമുക്ക് ഒഴിവുള്ളവരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.